ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമിത ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ്. വേറൊന്നുമില്ല, കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും ഒരു കാര്യത്തിൽ നമ്മൾ സൂപ്പറായിരിക്കും. അതിൻ്റെ ചിലപ്പോൾ അടുപ്പിച്ചൊരു 5-10 കളി ജയിക്കുമ്പോൾ ചിലർക്ക് ഒരു കളി കളിക്കുമ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ട് കൂടും, ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആവും. എൻ്റെ കേസിലൊക്കെ അത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ തുടക്കത്തെ ഒരു 3 ഇൻ്റർവ്യൂ ഒക്കെ കൃത്യമായിട്ട് ജയിച്ചു പോയിട്ടുള്ളതാണ്. അപ്പം തന്നെ എനിക്കൊരു തോന്നൽ വന്നു, ഞാൻ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ഞാൻ ജയിക്കും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പിന്നീട് ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ തോറ്റു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതങ്ങനെയല്ല. നമ്മൾ ആദ്യത്തെ 3 ജയിച്ചത് നമ്മുടെ മിടുക്കിനേക്കാളുപരി നമ്മൾ അന്നത്തെ ആ ചോദ്യങ്ങൾക്ക് കൃത്യ ഉത്തരം പറഞ്ഞു. അന്നത്തെ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ ഇഷ്ടമായി നമ്മൾ എടുത്തു ആ ജോലിക്ക്. അതേപോലെ എല്ലാ ജോലിക്കും അതേ സിറ്റുവേഷനോ അതേ ചോദ്യങ്ങളൊന്നും അല്ല ആവുക. അപ്പം നമ്മൾ തന്നെ നമ്മളെല്ലാ വട്ടം പ്രിപ്പയർ ചെയ്യണം. അമിത ആത്മവിശ്വാസം കൊണ്ടിട്ട് നമ്മൾ എവിടെ പോയാലും അത് നമുക്ക് വിനയെ പോകുള്ളൂ. കോൺഫിഡൻ്റ് ആയിരിക്കണം. ഏത് കാര്യത്തിലായാലും നമുക്ക് ജോലി കിട്ടുമെന്നായാലും, ഇപ്പോൾ കളിക്കാൻ പോവുകയാണെങ്കിൽ കളി നമ്മൾ ജയിക്കുമെന്നായാലും അതിനൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. അല്ലെങ്കിൽ നമുക്കത് ഒരുപാട് കാര്യത്തിൽ ബാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വരുന്നത്, നമ്മൾ കോൺഫിഡൻ്റ് ആവാം. ഒരിക്കലും ഈ കോൺഫിഡൻസ് ഒക്കെ കളഞ്ഞ് ഓവർ കോൺഫിഡൻ്റ് ആയി നമുക്കൊരു വലിയൊരു ഒപ്പോണൻസിനെ ഒരിക്കലും മണ്ടന്മാരായിട്ട് കാണരുത്. അവരും ജയിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്, നമ്മളും ജയിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. അപ്പോൾ നമ്മൾ അവരെക്കാളും ബെസ്റ്റ് ആവാനാണ് നോക്കേണ്ടത് എപ്പോഴും. കാരണം അവരെ തോൽപ്പിക്കാൻ വേണ്ടി അവർ മോശം ടീമാണ്, അവരൊരിക്കലും നമ്മൾ ഈസി ആയിട്ട് കളി ജയിക്കും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ ആ തോന്നലാണ് പ്രശ്നം. കാരണം അത് നമ്മൾ തന്നെ തോൽവിയിലേക്ക് എത്തിക്കുള്ളൂ. എത്ര ശക്തരായ ടീമായാൽ പോലും എനിക്ക് തോന്നുന്നു ഓവർ കോൺഫിഡൻസ് വന്നാൽ നമ്മൾ തോൽക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്ത് ക്രിക്കറ്റൊക്കെ കാണുന്നവരാണ്, ഇപ്പോൾ വേൾഡ് കപ്പാണ് നടക്കുന്നത്. ക്രിക്കറ്റ് കാണുന്നവർക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. T20 നമ്മൾ അയർലാൻഡൊപ്പമാണ് തോറ്റത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ക്രിക്കറ്റ് ഫാൻസും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അയർലാൻഡൊപ്പം തോക്കൂല. കാരണം അമിത വിശ്വാസമാണെന്ന് എനിക്കൊരു തോന്നൽ. കാരണം ഇതിൽ അയർലാൻഡ് ഒരു ചെറിയ ടീമായി തോന്നി നമുക്ക്. ഓഡിയൻസിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറയാം കേട്ടോ. എല്ലാവരും വിചാരിച്ചു അയർലാൻഡ് ഇന്ത്യ ഈസി ആയിട്ട് വോട്ടിങ്, കാരണം വേൾഡ് കപ്പിൽ ജയിച്ചിട്ട് വന്നതാണ്. നമ്മുടെ ടീമിൻ്റെ ലൈനപ്പ് കണ്ടാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ അയർലാൻഡ് അട്ടിമറിച്ചത് കണ്ടില്ലേ? അതാണ് അവർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് തോൽവി ഡിഫീറ്റ് തീരുമാനിക്കായിരുന്നു. കാരണം വലിയ ടീമിൻ്റെ ഒപ്പമാണ് കളിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ജയിക്കുന്നൊരു തോന്നില്ല എന്ന് തോന്നിയിട്ടല്ല അവർ വന്നത് ഞങ്ങൾക്ക് ഈ കളി ജയിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവരും വന്നത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് അവർ ആ സീരീസ് ജയിച്ചത്. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ, ഇപ്പം എനിക്കിത് മൊത്തത്തിൽ ഇത്രയേ പറയാനുള്ളൂ. കോൺഫിഡൻ്റ് ആയിരിക്കുക, അല്ലാണ്ട് ഓവർ കോൺഫിഡൻ്റ് ആവരുത്. നമ്മൾ ഏത് കാര്യത്തിന് പോകണമെങ്കിലും, ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ തന്നെ എന്ത് കാര്യം ആയിക്കോട്ടും നമ്മൾ ബെസ്റ്റ് ആയിരിക്കും ഒരു കാര്യത്തിൽ. നേരത്തെ നമ്മൾ അതിൽ ഏറ്റവും ടോപ്പാണെന്ന് നമ്മൾ വിശ്വസിക്കാതിരിക്കുക. നമ്മൾ ആ ടോപ്പാണെന്നുള്ള വിശ്വാസത്തേക്കാളും നമുക്ക് വേണ്ടത് നമുക്ക് നന്നായി ചെയ്യാൻ അറിയാം. പക്ഷെ ഇതിന് ചിലപ്പോൾ ഒരു അപ്ഡേഷൻസ് വരാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പല സിറ്റുവേഷൻസ് വരാം. എക്സ്പീരിയൻസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്ന് വെറുതെ അല്ല പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ ഒരു 3 കഴിഞ്ഞാലൊന്നും നമ്മളെല്ലാവരും വിചാരിക്കണമല്ലോ, ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയി വിചാരിക്കേണ്ട. നമുക്ക് കുറേ നാളത്തെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെയാണ് ഒരാളെ പെർഫെക്റ്റ് ആക്കുള്ളൂ. അല്ലാണ്ട് തുടക്കത്തിൽ 2-3 കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം ഞാൻ പഠിച്ചു എന്നുള്ള അങ്ങനത്തിലാവരുത്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലും പങ്കെടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഒരു ഇൻ്റർവ്യൂവിന് പോവുകയോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് പോവുകയാണെങ്കിൽ കൃത്യമായ പഠനം എല്ലാത്തിനും വേണം. അതിൻ്റെ ബേസ് സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ നോളജും വേണം. എവിടെ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പഠിക്കണം. ആ ഒരു ഫോക്കസ് ഒരിക്കലും വിടരുത്. എതിർവശത്തുള്ളവരെയും നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നിലേക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മത്സരങ്ങൾ പങ്കെടുക്കാതിരിക്കുക. ജയിക്കാൻ വേണ്ടി പഠിക്കുക. എപ്പോഴും തൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവുക, ഒരിക്കലും ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാതിരിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.